ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് കേക്ക് പോലെ കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും നന്ദിയും കടപ്പാടുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ തുടങ്ങാൻ പോണത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ 3 ബട്ടണും ഇവിടെ ഒന്നിച്ചു വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഞാനിത് മറന്നു പോകും, അതുകൊണ്ട് ബട്ടണൊക്കെ ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചേക്കാണ്, പറയാൻ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ അവസരഘട്ടത്തിൽ ചെയ്യേണ്ടത്? നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അവിടെ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടനടി എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ കൽത്തപ്പത്തിൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെ സൈഡിലെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാറെ നല്ല കറക്റ്റിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ പറ്റുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതേ ഒരു കനത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് ചെറിയ പീസുകളാക്കി എടുക്കുക. ഇതുപോലെയുള്ള പീസുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് കഷ്ണം. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ വലിയ ഉള്ളി എടുക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആദ്യം തന്നെ എന്താണ് എടുക്കുന്നത്? ഇനി ഉള്ളതൊക്കെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കേട്ടോ. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 കപ്പ് അളവ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്, മറക്കരുത് കേട്ടോ. കുതിർത്തിയിട്ട് അരച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ അരച്ചെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ സ്പീഡ് കൂട്ടിയത്. കണ്ടില്ലേ? ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അവിടെയൊക്കെ പറയാൻ മറന്നുപോയി സ്പീഡ് കൊണ്ട്. കണ്ടില്ല നിങ്ങൾ? ഈ പട്ട ഏലം ചേർത്ത് കൊടുക്കുക. ഇതിൽ കണ്ടില്ലേ? ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലെയാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈസ് അടിച്ച് കാണൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡ് കുറച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലവർക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശർക്കര പാനീയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നിങ്ങൾ കണ്ടില്ലേ? ഒരു 5 ആണ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അളവിലുള്ള അരിയിലേക്കാണ് ഞാൻ 5 ആണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി കഷ്ണം ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി കഷ്ണം നല്ലോണം കുത്തി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര പാനീയയിലേക്കാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കലത്തപ്പം കേക്ക് പോലെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ചട്ടി എന്തിനാണ് നമ്മൾ വെക്കുന്നത്? ഈ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ശർക്കര പാനീയയിലേക്കാണ് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണത് നന്നാകുക. ഇനി നമ്മൾ കണ്ടില്ലേ? നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കിയാൽ നന്നാവില്ല. എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് അതുകൊണ്ടൊരു കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും തുടരുന്നു. കണ്ടില്ല നിങ്ങൾ? വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഈ അവസരത്തിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. ഇനി ഇങ്ങോട്ടൊന്നും നീങ്ങാൻ നിൽക്കണ്ട, അവിടെ തന്നെ ലൈക്ക് ചെയ്ത് പോയോക്കി. നല്ല കറക്റ്റ് റെസിപ്പിയാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി വാടി എന്ന് ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടും ഏലം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അത് മറക്കരുത് കേട്ടോ. ഏലം പട്ടും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. അപ്പോൾ ചൂട് ശർക്കര പാനിയാണ്, നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മാവിൻ്റെ പരുവക്കങ്ങൾ നോക്കിക്കോളി. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഞാൻ ഇതിൻ്റെ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ്
ലാസ്റ്റ് ഒന്നും കൂടി കാണിക്കാം. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര അരി അരച്ചപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇഞ്ചി കഷ്ണമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ മാവിനുണ്ടാകുക. പട്ട ഏലം എല്ലാം ചേർത്തിട്ടാണല്ലോ നമ്മൾ അരി അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തു വെച്ച ഉള്ളി വാട്ടിയതും കൂടി തേങ്ങാക്കൊത്തും അതിലേക്ക് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഈ അവസരഘട്ടത്തിൽ ചെയ്യേണ്ടത്? കണ്ടില്ലേ, ക്യാമറയൊക്കെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലോണം ചൂടായ ചട്ടി, നന്നായിട്ട് ചട്ടി ചൂടായിരിക്കണം. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ചൂടായിട്ട് മാത്രമാണ് മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ഈ മാവ് പകുതി മുക്കാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് വെന്തിട്ടില്ല എന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കുറച്ച് ഒഴിച്ചിട്ടില്ല. അത് ഞാനൊരു ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ കണ്ടില്ല, നിങ്ങൾ മുക്കാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാനിപ്പോഴും അവിടെ ബാലൻസ് വെച്ചിരിക്കണേ അടുത്ത ചട്ടിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തീ ഫുള്ളിലിട്ട് കൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടത്. ഒരു 30 സെക്കൻഡ് തീ ഫുള്ളിൽ തന്നെ ഇട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് മൂടി അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അടിപൊളി കേക്കിൻ്റെ രൂപത്തിലുള്ള കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. 10 മിനിറ്റ് 15 മിനിറ്റാണ് ടൈം എടുക്കുക. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പുറത്തെ ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടുന്ന് എടുക്കുന്നുണ്ട്. അതെന്തിനാണ് എടുക്കുന്നത്? അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ സ്റ്റാൻഡ് ഞാൻ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യൽ നിർബന്ധമാണ്. കൽത്തപ്പം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൻ്റെ സ്റ്റാൻഡ് ആയിമല്ല കേട്ടോ, അത് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ തല്ലിപ്പൊളി സ്റ്റാൻഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം അപ്പുറത്തെ അടുപ്പുമ്മലും കലത്തപ്പമാണ്, ഇപ്പുറത്തെ അടുപ്പുമ്മലും കലത്തപ്പമാണ്. അപ്പോൾ താൽക്കാലികം ഞാൻ വേറൊരു സ്റ്റാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കണ്ടില്ലേ, ഇനി ഞാൻ ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ ചട്ടിയിലേക്ക് മാത്രമാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് നല്ല ഫുൾ തീയിലിടുക. ഫുള്ള് തീയിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് ഇത് ഫുൾ തീയിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്കായി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു 30 സെക്കൻഡ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ആ 30 സെക്കൻഡ് മാത്രം നിർത്തിക്കൊണ്ട് നമ്മൾ തീ കുറച്ചിട്ട് വീണ്ടും ഒരു സ്റ്റാൻഡ് എവിടുന്നെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ സംഘടിപ്പിച്ച് കൊണ്ടുവരൂ പ്രിയപ്പെട്ടവരെ. ഇതിന് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെ വട്ടൊക്കെ വെച്ച് കണ്ട് അപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും 15 മിനിറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ കേക്ക് പോലെയുള്ള കൽത്തപ്പം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, റെഡി ആയിക്കണമെന്ന് ഞാൻ കുത്തി നോക്കുന്നു. കുത്തി നോക്കിയിട്ട് മാത്രങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുത്ത് നോക്കിയാൽ മതി. എൻ്റേത് വെന്തിട്ടുണ്ട്. നിങ്ങളത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വെക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് അടിച്ച് കാണൂ. എന്നിട്ട് ഒന്നുകൂടി അപ്പോൾ ബോറടിപ്പിച്ചിട്ടുണ്ടാകുന്ന കരുതിയിട്ടാണ് ഇവിടെയൊക്കെ സ്പീഡ് കൂട്ടിയത്. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നല്ല ചൂടാണ് കേട്ടോ. അത് ചൂടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്, തൊടാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ അപ്പുറം മറിച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല അടിപൊളി റെസിപ്പിയാണ്. കണ്ടില്ലേ? അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ദിമക്ക് കണ്ട് ചാടുകയാണ്. അകമാകെ മണം വീശിയടിച്ചിട്ട് അവർക്ക് ഒട്ടും നിൽക്കാൻ വയ്യ. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പീസുകളൊന്നും കാണിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന രൂപത്തിൽ താൽക്കാലികം ചൂടോട് കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഈ അവസരഘട്ടത്തിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. കമൻ്റ് ഇടാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ എന്ന് ആവർത്തിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് എനിക്ക് പറയാനുള്ളത്? എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുകൂട്ടുകാരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. കമൻ്റ് ഇടാതെ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കമൻ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കൽത്തപ്പത്തിൻ്റെ വീഡിയോ അവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ
നന്ദിയും നമസ്കാരവും കടപ്പാടുകളും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകില്ലേ, ചീനച്ചട്ടിയിലെ കൽത്തപ്പം എവിടെ പോയി എന്ന്? ആ സംശയത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മറന്നുപോയതാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചീനച്ചട്ടിയിലെ കൽത്തപ്പം ഇവിടെ കണ്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇതാണ് ചീനച്ചട്ടിയിലെ കൽത്തപ്പം. അപ്പോൾ 2 കൽത്തപ്പവും ഇവിടെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ബായ്.